ജോർജിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മദ്യലഹരിയിൽ ദൈവത്തോട് സമ്മാനം ആവശ്യപ്പെട്ടു. പെട്ടെന്ന് മേലിലേക്കൊരു മിന്നലടിച്ചു. അവൻ ബോധം കെട്ടു. ഉണർന്ന ശേഷം ബാറിലേക്ക് മടങ്ങിയെത്തി ആ വെളിച്ചത്തെക്കുറിച്ച് സുഹൃത്തുക്കളോട് ചോദിച്ചെങ്കിലും അവൻ മദ്യപിച്ച് വട്ടാർഗറ്റ് പറയുകയാണെന്നാണ് എല്ലാവരും കരുതിയത്. തുടർന്ന് ബാറിലെ ഏറ്റവും മിടുക്കനായ ചെസ് കളിക്കാരന്റെ അരികിലിരുന്ന ജോർജ് ഒരു കരു മാത്രം മാറ്റി നീക്കിയപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ചെസ് മാസ്റ്റർ ജീവിതത്തിലാദ്യമായി തോറ്റു. വീട്ടിലെത്തിയ ജോർജിന് ഉറക്കം വരാത്തതിനാൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. പിറ്റേന്ന് അവന്റെ ഗാരേജിൽ വന്ന ഒരു സ്പാനിഷ് ഉപഭോക്താവിനോട് അവൻ ഒഴുക്കോടെ സ്പാനിഷ് സംസാരിച്ചത് ചുറ്റുമുള്ളവരെ അത്ഭുതപ്പെടുത്തി. അതിലും വിചിത്രമായി ആവശ്യമുള്ളപ്പോഴെല്ലാം ഗാരേജിലെ ഉപകരണങ്ങൾ തനിയെ അവന്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി. തുടർന്ന് ജോർജസ് മാസ്റ്ററെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇത് ഗുരുതരമായ എന്തെങ്കിലും രോഗത്തിന്റെ തുടക്കമാകാമെന്നും ബ്രെയിൻ സ്കാൻ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയെങ്കിലും ജോർജ് അത് അവഗണിച്ചു. ഗാരേജിൽ തിരിച്ചെത്തി കാമുകിയുടെ കാർ നന്നാക്കിയ ശേഷം ഒരു മോഴ്സ് കോഡ് മെഷീൻ ഉപയോഗിച്ച് കളിക്കുന്നതിനിടയിൽ അവൻ അറിയാതെ അയച്ച സിഗ്നൽ വൈറ്റ് ഹൌസിൽ വലിയ തടസ്സമുണ്ടാക്കി. അന്ന് വൈകുന്നേരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പേജുകൾ ഒരു അദൃശ്യ ശക്തിയാൽ തന്റെ വിരലുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ശ്രദ്ധിച്ച അവൻ ഒരു ഡോക്ടറെ കണ്ടെങ്കിലും ഡോക്ടർക്കും ഇതിന് വിശദീകരണമില്ലായിരുന്നു. പിന്നീട് കാമുകിയുടെ വീട്ടിലെ തോട്ടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയ ജോർജ് അവളോടൊപ്പം നടക്കുമ്പോൾ ഭൂമിക്കടിയിൽ ഒരു സിസ്റ്റത്തിനും കണ്ടെത്താനാകാത്ത വിനാശകരമായ ഭൂകമ്പ തരംഗങ്ങൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവൻ ഉടൻ തന്നെ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചെങ്കിലും കാമുകിയുടെ കുടുംബം ഉൾപ്പെടെ ആരും വിശ്വസിക്കാത്തതിനാൽ നാണക്കേടോടെ ജോർജ് അവിടെ നിന്നിറങ്ങി. എന്നാൽ വൈകുന്നേരം കാമുകി പ്ലേറ്റുകൾ കഴുകുന്നതിനിടയിൽ ആ പ്രദേശത്ത് ശക്തമായ ഭൂകമ്പം അനുഭവപ്പെടുകയും അപ്പോഴാണ് ജോർജിന് എന്തോ വിചിത്രമായ മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് അവൾക്കൊടുവിൽ മനസ്സിലായത്.